സിദ്ധാർത്ഥനും മിഹിറും റാഗിങ്ങിനെ തുടർന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ജീവിതം അവസാനിപ്പിച്ച രണ്ടുപേർ. രണ്ട് വ്യത്യസ്ത ഇടങ്ങളിൽ വ്യത്യസ്ത സമയത്ത് ഒരേപോലെ മാനസികമായും ശാരീരികമായും പീഡനമേറ്റു എന്നതാണ് ഇവർ തമ്മിലുള്ള സാമ്യം. ഒടുവിൽ ഗത്യന്തരമില്ലാതെ സ്വയം ജീവനെടുത്തു. ശക്തമായ നിയമ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ റാഗിംഗ് മുക്തമാകാത്തത്? എത്ര ജീവനുകൾ പൊലിഞ്ഞാലാണ് ഇതിനി ഒരു മാറ്റമുണ്ടാവുക? കോമ്പസ് കൊണ്ട് മുറിവേൽപ്പിക്കുക, മുറിവുകളിൽ ക്രീം പുരട്ടുക, സ്വകാര്യ ഭാഗങ്ങളിൽ ഡംബൽ തൂക്കിയിടുക. ഏതെങ്കിലും തീവ്രവാദ ക്യാമ്പുകളിലെ പീഡന മുറകളല്ല. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ സീനിയർ വിദ്യാർത്ഥികളുടെ റാഗിംഗ് മുറകളാണ് ഇവ. മുറിവിൽ മരുന്ന് പുരട്ടേണ്ടവരാണ് മുറിവേൽപ്പിക്കുന്നതും ക്രീം പുരട്ടുന്നതും. മേൽപ്പറഞ്ഞ പീഡനമുറകളുടെ വ്യത്യസ്ത രീതികളാണ് കേരളത്തിലെ ഒട്ടുമിക്ക റാഗിംഗ് കേസുകളിലെയും ശാരീരിക പീഡന രീതികൾ. മാനസിക പീഡനം വേറെയും. തൃപ്പൂണിത്തറ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി മിഹിറാണ് റാഗിങ്ങിനെ തുടർന്ന് ജീവനൊടുക്കിയ കുട്ടികളിലെ അവസാനത്തെ കണ്ണി. മർദ്ദനവും ക്ലോസറ്റ് നക്കിക്കലും ഉൾപ്പെടെയുള്ള നീചമായ കൃത്യങ്ങൾക്കാണ് മിഹിറിനെ സീനിയർ വിദ്യാർത്ഥികൾ വിധേയമാക്കിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ഈ വർഷം റാഗിംഗ് പരാതി ഉയർന്നു. കോളേജ് ഹോസ്റ്റലിൽ വെച്ചായിരുന്നു റാഗിംഗ്. 11 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു. റാഗിങ്ങിനെതിരെ കേരളത്തിൽ ശക്തമായ നിയമമുണ്ട്. പക്ഷേ ഏത് നിയമമായാലും അവ നിർമ്മിച്ചാൽ മാത്രം നടപ്പാവില്ല എന്നതാണ് കേരളത്തിലെ ഉയർന്നുവരുന്ന റാഗിംഗ് കേസുകൾ ഓർമ്മിപ്പിക്കുന്നത്. റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ.